ഇഷാ ചോറെടുത്തേക്ക്. ആഹാ ചോറ് എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ആണല്ലോ. എന്താ സ്പെഷ്യൽ ഇഷാ? സ്പെഷ്യൽ ഒന്നുമില്ല, നമ്മളിവിടെ സ്കൂളിലാത്തേ കൊണ്ട് ഉണ്ടാക്കിയതാ. അടിപൊളി ബിരിയാണി ആണല്ലോ മോളെ. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കിയൊന്നല്ലോ. ഏത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയാ? സത്യം പറയും. ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിയല്ലോ, ഇപ്പൊ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കിയതാ. ഹോട്ടലിൽ നിന്ന് വാങ്ങിയല്ല, അടിപൊളി ബിരിയാണി ആണല്ലോ. അതിപ്പോ നിങ്ങൾ ഇന്നലെ കുസ്രുവിന്റെ കൈമാ റൈസ് ഉണ്ടോന്നില്ല, അത് കണ്ടപ്പോ ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാ. അടിപൊളി അരിവാണ്, അടിപൊളി ബിരിയാണിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കുസ്രുവിൻ്റെ കാമ റൈസ് തന്നെ മതിയിട്ട് ഇവിടെ ബിരിയാണി വെക്കാൻ. അടിപൊളി ബിരിയാണി ഈ എന്നെ വെക്കുകയും ചെയ്താൽ ഇമ്മൻ കൊണ്ട് വെപ്പിക്കുകയും വേണം. അമ്മയെ ഇനി നിങ്ങളെ വീട്ടിലും ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ കുസ്രുവിന്റെ കൈമാ റൈസ് വാങ്ങിക്കുള്ളൂ വേണ്ടി അടിപൊളി അരിയാണ്. അപ്പോൾ ഇന്ന് സ്കൂളിലാത്തേ കൊണ്ടല്ലേ നമുക്ക് ഉച്ചക്കേക്ക് ലേശം സ്പെഷ്യൽ ആക്കാൻ വിചാരിച്ചിട്ടോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മളെ കുസ്രുവിന്റെ കൈമാ റൈസ് കണ്ടു കിട്ടും. അപ്പൊ നമ്മൾ എന്താക്കി ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ മസാല റെഡിയാക്കി കിട്ടും. നമ്മൾ മസാലയിലേക്ക് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ മൂടി വെച്ചിട്ടോ. അപ്പൊ ബിരിയാണിക്ക് മസാല മാത്രം പോരല്ല, അപ്പൊ നമ്മൾ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കുസ്രുവിന്റെ കൈമാ റൈസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ റൈസ് ഒക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ റൈസ് ഒക്കെ നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നും നോക്കില്ല, മെല്ലെ ദമ്മിടാനുള്ള പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇങ്ങനെ റൈസ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നെയ്യൊക്കെ പറഞ്ഞ് ദമ്മിട്ട് വെച്ചിട്ടോ. ഈ ദമ്മ് ഒട്ടിക്കുന്നതിനുള്ള സ്മെല്ല് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാനൊന്ന് സെർവ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ലായി, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പൊ നിങ്ങളെ വീട്ടിലും ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കുസ്രുവിന്റെ കൈമാ റൈസ് ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.